ഹലോ നമസ്കാരം, ഞാൻ സിന്ധു വേണുഗോപാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞങ്ങളുടെ ഗുരു ഗോപിക മാമിൻ്റെ എല്ലാ വർഷവും നടത്തി വരാറുള്ള വർക്ക്ഷോപ്പ്, മോഹിനിയാട്ടം വർക്ക്ഷോപ്പിൻ്റെ ഈ വർഷത്തെ വർക്ക്ഷോപ്പിലെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഈ വർഷം ഇത് കുതിരമാളിക പാലസിൽ തന്നെ ഉണ്ടായിരുന്നത്. ഈ വർഷം ഞങ്ങൾ പഠിച്ചത് ഒരു സ്വാതി തിരുനാൾ കൃതിയാണ്. ബൗളി രാഗത്തിൽ ആദ്യ താളത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള പാർവതി നായിക എന്ന് തുടങ്ങുന്ന കൃതിയാണ് ഞങ്ങൾ ഇപ്രാവശ്യം പഠിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ നല്ലൊരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങൾക്ക് ഈ പ്രാവശ്യവും ഒരുപാട് ഗസ്റ്റ് ലെക്ചറർമാരും എല്ലാവരും ഉണ്ടായിരുന്നു. വന്ന് കുറേ ക്ലാസ് എടുക്കാനും ഞങ്ങൾക്ക് ഡാൻസിൻ്റെ ഫീൽഡിലെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും ഒക്കെ ആയിട്ട് കുറേ പേരുണ്ടായിരുന്നു. അതുപോലെ ചേച്ചിയുടെ സ്റ്റുഡൻസ് പല സ്ഥലത്തു നിന്നുള്ളവരും, ഓസ്ട്രേലിയയിൽ നിന്നും പിന്നെ UAE കൺട്രീസിൽ നിന്നുള്ളവരും, ബാംഗ്ലൂർ, ചെന്നൈയിൽ നിന്നുള്ളവരും, കേരളത്തിലുള്ളവരും എല്ലാവരും ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവിടെ 3 ദിവസം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇത് നടന്നത് മെയ് 10, 11, 12 തീയതികളിലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് സാധാരണ ഞാൻ എൻ്റെ എല്ലാ വ്ലോഗിലും കാണിക്കുന്ന പോലെ ഒരു സദ്യയുടെ വിശേഷങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാ വർഷവും തന്നെ ഞങ്ങൾക്ക് 3 ദിവസം ഉച്ചയ്ക്ക് തിരുവനന്തപുരം സദ്യ തരാറുണ്ട് ചേച്ചി. അത് ഇപ്രാവശ്യം വളരെ നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത് നിത്യയൊക്കെ ഇവിടെ ഞങ്ങളുടെ കൂടെ ബാംഗ്ലൂരിൽ പ്രോഗ്രാംസൊക്കെ ചെയ്തിരുന്നതാണ്. ആളിപ്പോൾ ദുബായിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർക്ക്ഷോപ്പിനും അങ്ങനെ വല്ല പ്രോഗ്രാമുകൾക്കൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ 3 ദിവസങ്ങളിൽ മെയ് 10, 11, 12 രാവിലെ 9 മണിക്ക് 9-9:30 ആകുമ്പോൾ തുടങ്ങുന്ന ക്ലാസ് 5-5:30 വരെ ഉണ്ടാവുമായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല രസകരമായിട്ട് പോയിട്ടുണ്ടായിരുന്നു ക്ലാസ്സുകളൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അടുത്തടുത്തുള്ള ഹോട്ടലുകളിലൊക്കെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവരും 4-5 പേരൊക്കെ ഓരോ ഹോട്ടലുകളിൽ 2 പേരുടെ റൂമായിട്ട് അങ്ങനെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ ഞങ്ങൾ ഇത് കഴിയുമ്പോൾ നടക്കാൻ ഇറങ്ങും, ഷോപ്പിങ്ങിന് പോവും, ഡിന്നർ കഴിക്കാൻ പോവും. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ആ സമയത്തെ ആക്ടിവിറ്റീസ്. ഞങ്ങളിൽ പലരും ഓൺലൈൻ ക്ലാസ്സുകളിൽ മാത്രം കാണുന്നവരാണ്. അപ്പം നമ്മൾ നേരിട്ട് കാണുന്നതും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോഴൊക്കെയാണ്. അപ്പം ഞങ്ങൾ അവിടെ ഒരു കസവ് മഹൽ എന്ന് പറഞ്ഞൊരു കടയിൽ കയറി കുറേ സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ എല്ലാ ദിവസവും രാത്രി പുറത്ത് പോയി ഭക്ഷണം കഴിക്കുമായിരുന്നു. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് മദേഴ്സ് പ്ലാസ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഞാൻ ഈ ഒരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഞാനിവിടെ പോയതും ഭക്ഷണം കഴിച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു. അന്ന് ഞങ്ങൾ കഴിച്ചത് സദ്യയായിരുന്നു. ഇന്ന് ഞങ്ങൾ ഡിന്നർ കഴിക്കാനാണ് വന്നത് രാത്രി. അപ്പോൾ കുറേ വെറൈറ്റി ദോശകളുണ്ടായിരുന്നു. ഞങ്ങളതാണ് എല്ലാവരും ഓർഡർ ചെയ്തത്. എന്നിട്ട് എല്ലാവരും എല്ലാം ടേസ്റ്റ് ചെയ്ത് അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം വന്നത് ഒരു 5-6 പേരായിട്ടായിരുന്നു ഹോട്ടലിലെത്തിയത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഇങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലാണ് നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ 2-3 ഗ്രൂപ്പ് അങ്ങനെ വന്ന് ഞങ്ങൾ ദാസ്യത്തിൻ്റെ കുറേ സ്റ്റുഡൻസ് അന്ന് അവിടെ ഇരുന്ന് ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു നല്ല അനുഭവമായിരുന്നു കേട്ടോ. ഇത് പ്രിയ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ആളാണ്. പ്രിയ അന്ന് ആറ്റുകാൽ അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കുന്നതിൻ്റെ ഇടയിൽ പ്രസാദമൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ വർക്ക്ഷോപ്പ് സമയത്താണ് പ്രിയനെയൊക്കെ പരിചയപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ കാണുന്നത് മിക്കവാറും ഓൺലൈനായിരിക്കും. ഞങ്ങൾ ക്ലാസ്സൊക്കെ നടക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് കാണാറ്. അതല്ലാതെ ഡയറക്റ്റ് കാണുന്നത് എല്ലാവരും ഒന്നിച്ച് കൂടുന്നത് ഇങ്ങനെ വർക്ക്ഷോപ്പ് സമയത്ത് മാത്രമാണ്. പിന്നെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഞാനും പ്രിയയൊക്കെ ഒന്നിച്ച്. കഴിഞ്ഞ വർഷത്തെ വർക്ക്ഷോപ്പിന് ശേഷം പ്രിയയൊക്കെ ഓസ്ട്രേലിയക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൽ ഞങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. അനിതയും പ്രസീത, പ്രിയ ഇവർ 3 പേരുമാണ് ഓസ്ട്രേലിയയിൽ വന്ന് സ്റ്റുഡൻസ്. ചേച്ചിയുടെ അശ്വതി ബാംഗ്ലൂരിൽ തന്നെ ഉള്ളതാണ്. ഇത് അശ്വതിയാണ്. അശ്വതി എൻ്റെ ശിവരാത്രി വ്ലോഗിലും എല്ലാവരിലും ഉണ്ടാവുക. അശ്വതി ഞങ്ങളുടെ കൂടെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് അമൃത, മഞ്ജു അവരൊക്കെ എല്ലാവരും സ്ഥിരം ഉള്ള ആൾക്കാർ തന്നെയാണ്. ഇതൊക്കെ ദോശയാണ് കേട്ടോ. അവിടുത്തെ വെറൈറ്റി ദോശകളാണ് കാണുന്നത്. അപ്പം ഇതൊക്കെയാണ് അന്നത്തെ ഞങ്ങളുടെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നത്. അങ്ങനെ ലാസ്റ്റ് ഡേ ഗോപിക ചേച്ചിയുടെ ഗുരു ശ്രീദേവി രാജൻ മാം, അതായത് മണി ടീച്ചർ എന്നാണ് ഗോപിക ചേച്ചി വിളിക്കുന്നത്, അവർ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഗസ്റ്റായിട്ട്. അപ്പോൾ അവർ ഗുരുപൂജ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഗോപിക ചേച്ചി വളരെ ഇമോഷണലായി കരഞ്ഞുകൊണ്ടാണ് എല്ലാം ഈ പൂജയും എല്ലാം കാലൊക്കെ കഴുകി പൂവൊക്കെ ഇട്ട് മാലയിടിയിച്ച് പൊന്നാട അണിയിച്ച് അങ്ങനെ ഗുരു പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു, ഗുരുവന്ദനം പോലെ. ശ്രീദേവി മാമിൻ്റെ കൂടെ തന്നെ മകളായ സന്ധ്യ രാജ്മോഹൻ മാം ഉണ്ടായിരുന്നു. അവരും
മോഹിനിയാട്ടം നർത്തകിയും ഗുരുവും ഒക്കെയാണ്. കോവിഡ് സമയത്ത് ലോകം മുഴുവൻ സുഖം പകരാനായെന്ന് പറഞ്ഞ ഒരു പാട്ടിൽ ഡാൻസ് ചെയ്തിട്ട് ആ യൂട്യൂബ് ലിങ്ക് ഇപ്പോഴും അവൈലബിൾ ആണ് യൂട്യൂബിൽ, എല്ലാവരും കണ്ടു നോക്കണേ. അതുപോലെ മണി ടീച്ചർ കുറച്ച് സമ്മിശ്രം അടവുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 6 അടവുകളുണ്ട്. അപ്പോൾ അത് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. അത് സന്ധ്യ മാം അത് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ഡാൻസ് ചെയ്യുന്നത് വളരെ ഈസിയാണ്, ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ അത്രയും ഒഴുക്കിലാണ് അങ്ങനെ ചെയ്ത് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ അടവുകൾ, അതായത് ശ്രീദേവി ടീച്ചറുടെ പുതുതായി ചിട്ടപ്പെടുത്തിയ സമ്മിശ്രം അടവുകൾ, മണിമുത്തുകൾ എന്ന് പേരിട്ടിട്ട് ഗോപിക ചേച്ചി ഞങ്ങളെയും പഠിപ്പിച്ചു. അതുപോലെ ഇനി ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കണം, ടീച്ചറുടെ പേരിൽ തന്നെ അറിയപ്പെടണം എന്ന് പറഞ്ഞിട്ട് ശ്രീദേവി ടീച്ചറെ എല്ലാവരും മണി ടീച്ചർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മണിമുത്തുകൾ എന്ന് പറഞ്ഞിട്ട് തന്നെ ഞങ്ങളെ ആ അടവുകളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വർക്ക്ഷോപ്പുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ നമുക്കിങ്ങനെ വലിയ വലിയ ഗുരുക്കന്മാരെയൊക്കെ കാണാനും പരിചയപ്പെടാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. ഇപ്രാവശ്യം എല്ലാ വർഷവും ആരെങ്കിലുമൊക്കെ ഗസ്റ്റായിട്ട് ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഞങ്ങളുടെ ഗുരുവിൻ്റെ ഗുരു, അതൊരു വലിയ ഭാഗ്യമാണ്. അവരുടെ നിന്നൊക്കെ കുറച്ച് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നതൊക്കെ വലിയ ഭാഗ്യമാണ്. മെയ് 12 ഇന്ന് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ടീച്ചറിൻ്റെ ഓർമ്മ ദിവസം കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ അന്നേ ദിവസം തന്നെ ടീച്ചറിൻ്റെ മകളുടെ കൂടെ, മണി ടീച്ചറിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. മണി ടീച്ചർ ചിട്ടപ്പെടുത്തിയ കുറച്ച് അടവുകൾ പഠിച്ചു. അതുപോലെ ടീച്ചർക്ക് പ്രായത്തിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ചെയറിലിരുന്ന് ഞങ്ങൾക്ക് കുറച്ച് അഭിനയമൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ കുറച്ച് നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റി. നല്ലൊരു അനുഭവമായിരുന്നു അതെല്ലാവർക്കും. അത് കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് അവസാനിക്കുകയാണ്. അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാവരുമായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. ഗോപി ചേച്ചിയുടെ കൂടെ എല്ലാവരും. ഇത് ഞങ്ങൾ ബാംഗ്ലൂരിലുള്ള സീനിയർ സ്റ്റുഡൻസാണ്. അപ്പോൾ ഇന്ന് വർക്ക്ഷോപ്പിൻ്റെ ലാസ്റ്റ് ഡേ ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുത്തവർക്ക് എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് വിതരണം ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങളോട് കുറച്ച് നേരം സംസാരിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ ചീഫ് ഗസ്റ്റായിട്ടുണ്ടായിരുന്നത് ഗോപി ചേച്ചിയുടെ മദർ ഇൻ ലോ ആയിരുന്നു, പ്രിൻസസ് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. ഞങ്ങളുടെ കൂടെ കളിച്ചും ചിരിച്ചും കഥകളൊക്കെ പറഞ്ഞും കുറേ സമയം സ്പെൻഡ് ചെയ്തു. ചെറുപ്പത്തിൽ പഠിച്ച ഡാൻസിൻ്റെ കുറച്ച് പോസുകളൊക്കെ കാണിച്ചു തന്നു. അതുപോലെ തന്നെയാണ് ചേച്ചിയുടെ സിസ്റ്ററിലോ ലക്ഷ്മിബായി നാലുപാട്ട്, ലക്ഷ്മി അക്ക എന്ന് വിളിക്കാനാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഡാൻസിൻ്റെ ബ്രേക്ക് സമയത്തെല്ലാം ഞങ്ങളെല്ലാവരും ലക്ഷ്മി അക്കയുടെ ചുറ്റും ഇരുന്ന് കഥ പറയലും കളിയും ചിരിയും ഒക്കെ ആയിരുന്നു. എല്ലാവരും ലക്ഷ്മി അക്കയുടെ ഫാനായിട്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ മനസ്സിൽ കയറുന്ന കുറേ വ്യക്തിത്വങ്ങളുണ്ട്. അതിലൊരാളാണ് ലക്ഷ്മി അക്ക. ഇത് പ്രസീത ഓസ്ട്രേലിയയിലാണ്. മുമ്പ് ബാംഗ്ലൂരിലുണ്ടായിരുന്ന ഞങ്ങൾ ഒന്നിച്ച് പ്രോഗ്രാം ചെയ്യും ക്ലാസ് അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ഇപ്പോൾ എല്ലാം യാത്ര പറയുന്ന ഒരു സ്റ്റേജിലാണ്. ഇത് പ്രിയയും ഞങ്ങളൊക്കെ ഓൺലൈനാണ് കൂടുതലും കാണുന്നത്. ഈ വർക്ക്ഷോപ്പ് സമയത്തൊക്കെയാണ് എല്ലാവരും ഒന്നിച്ച് കൂടുന്നത്. പിരിയുന്നതിന് മുമ്പ് ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച് കേക്ക് കട്ട് ചെയ്തു ചേച്ചി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കേക്കൊക്കെ കഴിച്ച് മദേഴ്സ് ഡേയും കൂടെ സെലിബ്രേറ്റ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. അപ്പോൾ ഇന്ന് എല്ലാവരും തിരിച്ചു പോവുകയാണ്. ഇതുവരെ 3 ദിവസമായിട്ട് ഒന്നിച്ചുണ്ടായിരുന്നു. അമൃത ബാംഗ്ലൂർക്ക് വരുന്നില്ല, ഇപ്പം എറണാകുളത്തേക്ക് തിരിച്ചു പോവാണ്. അപ്പം ഞാനും മഞ്ജു ബാക്കി കുറച്ച് പേരെല്ലാം കൂടെ ബാംഗ്ലൂർക്ക് വരുന്നു. ഞങ്ങൾ ഫ്ലൈറ്റിലാണ് അന്ന് വന്നത്. പോയത് ട്രെയിനിനായിരുന്നു. ഈ ഫുൾ ട്രിപ്പിൽ അപ്പ് ആൻഡ് ഡൗൺ യാത്ര മാത്രമാണ് കുറച്ചൊരു പ്രോബ്ലം ആയത്. അതായത് ഇവിടെ നിന്ന് പോകുമ്പോൾ ട്രെയിന് സ്റ്റേഷൻ ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ 1-2 പേർക്ക് ട്രെയിനൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ബാംഗ്ലൂർക്ക് തിരിച്ച് വരുന്ന സമയത്ത് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് കുറേ ഡിലേ ആയി. ഞങ്ങൾ ബോർഡ് ചെയ്ത് ഫ്ലൈറ്റ് കയറി ഇരുന്നതിന് ശേഷം ഒരു 1.5 മണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇപ്പോൾ എയർപോർട്ടിലാണ് രാധിക, നന്ദിനി, അശ്വതി, കാവ്യൊക്കെ ചെന്നൈക്കാരാണ്. ചെന്നൈയിലുള്ളവർക്കും അതേ സമയത്ത് തന്നെ ആയിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എല്ലാവരും ഒന്നിച്ച് എയർപോർട്ടിലുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബോർഡ് ചെയ്തതിന് ശേഷമാണ്, ബാംഗ്ലൂരിൽ മഴയാണെന്നുള്ള കാരണം കൊണ്ട് കുറച്ച് ഫ്ലൈറ്റ് എടുക്കാൻ കുറേ ഡിലേ ആയി. അപ്പോൾ ഞങ്ങൾക്ക് ട്രെയിൽ മിക്സൊക്കെ തന്നിട്ട് കുറച്ച് ജ്യൂസൊക്കെ തന്ന് ഞങ്ങളെ സമാധാനിപ്പിച്ചിരുത്തി. അങ്ങനെ ഈ പ്രാവശ്യത്തെ വർക്ക്ഷോപ്പ് കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ബാംഗ്ലൂരിലെത്തിയപ്പോൾ 1:30-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു രാത്രി. അപ്പം ഞാൻ കുറച്ച് ഫോട്ടോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് അമൃതയാണ് എനിക്ക് എപ്പോഴും വീഡിയോ എടുത്തു തരുന്നതും എനിക്ക് വ്ലോഗ് ചെയ്യാൻ എന്നെ ഓർമ്മിപ്പിക്കുന്നതും. ഇത് ലക്ഷ്മിബായി നാലുപാട്ട്. ഞങ്ങളെല്ലാവരും അവിടെ വർക്ക്ഷോപ്പ് എത്ര പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ലക്ഷ്മി അക്കയുടെ കഥ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നവരായിരുന്നു. ഇത് ഞങ്ങൾ 3 പേരും, അതായത് അമൃതയും മഞ്ജും ഞാനും നേഹ ചെന്നൈയിൽ നിന്നാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വർക്ക്ഷോപ്പ് വിശേഷങ്ങൾ. അടുത്ത ബ്ലോഗിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.